നമസ്കാരം. ഓപ്പറേഷൻ കമല വീണ്ടും സജീവമാവുകയാണ്. ഇക്കുറി അത് ഹിമാചൽ പ്രദേശിലാണെന്ന് മാത്രം. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ അടർത്തിയെടുക്കുക മാത്രമല്ല, MLA-മാരെ മറുകണ്ഠം ചാടിക്കാനും ശ്രമം തുടരുകയാണ്. ഹിമാചൽ സർക്കാർ തൽക്കാലം ബജറ്റ് പാസാക്കി രക്ഷപ്പെട്ടെങ്കിലും എത്ര നാൾ ആ സർക്കാർ നിലനിൽക്കുമെന്ന് ഇനി കണ്ടറിയണം. ഇന്ത്യ ഒരു നിയന്ത്രിത ജനാധിപത്യ രാജ്യമാവുകയാണ്. സ്വാഗതം. സ്പെഷ്യൽ ഡിഷിക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് മാത്യു ആന്റണി, CPM വക്താവ് KT കുഞ്ഞിക്കണ്ണൻ, BJP വക്താവ് പാലോട് സന്തോഷ്, രാഷ്ട്രീയ നിരീക്ഷകൻ നവനീത് മുകുന്ദൻ എന്നിവർ. ആദ്യം പാലോട് സന്തോഷ്. ശ്രീ പാലോട്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പോലും ഓപ്പറേഷൻ കമല ഒരായുധമാക്കിയെടുക്കുകയാണോ BJP? അങ്ങനെയല്ല കാണേണ്ടത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾ ആ ജനാധിപത്യ സംവിധാനത്തോടു കൂടി നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന നേതൃത്വമില്ലെങ്കിൽ സ്വാഭാവികമായും MLA-മാരും MP-മാരും ഒക്കെ കളത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. നേതൃത്വത്തെ വിശ്വാസത്തിലും അല്ലാതെ വരുന്നൊരു സാഹചര്യങ്ങളിലാണ് ഇതുണ്ടാകുന്നത്. ഇന്ന് നമുക്കറിയാം, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപരേഖയും ഇല്ലാത്ത, ഒരു രൂപവും ഇല്ലാത്ത ഒരു മുന്നണിയാണ്. ഓരോ സംസ്ഥാനങ്ങളിലെയും സാഹചര്യങ്ങൾ അനുസരിച്ച് അതാത് പാർട്ടികളുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം രാഷ്ട്രീയ സമീപനവും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനു വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന പാർട്ടികളാണ് ഇന്ത്യ മുന്നണിയിലുള്ളത്. ആ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഏതൊക്കെ പാർട്ടികളാണ് എപ്പോഴൊക്കെ പോകുന്നത് എന്ന് കണ്ടറിയണം. അതിന്റെ ഇന്ത്യ മുന്നണിയുടെ കൺവീനറാകാൻ വേണ്ടിയിരുന്ന നിതീഷ് കുമാർ അത് വിട്ടുപോയി. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ CPM-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി UDF-ഉം ഇവർ രണ്ടുപേരും എടുക്കുന്ന തീരുമാനങ്ങളും അവർ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചർച്ചകൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ നോക്കിക്കാണുകയാണ്. സീതാറാം യെച്ചൂരി അവിടെ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തുമ്പോൾ ഇവിടെ പിണറായി വിജയനും അതുപോലെ തന്നെ KPCC പ്രസിഡന്റും കൂടെ പരസ്പരം തെറിവിളിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ ഇന്ത്യ മുന്നണി എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസനങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയിട്ടും ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടും എന്ത് നിലപാട് സ്വീകരിച്ച് ഇതിനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയും? നമ്മൾ നാട്ടുപ്രദേശത്തൊക്കെ പറയും, ഗൃഹനാഥൻ വീട്ടിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കുട്ടികൾ വഴിപിഴച്ചു പോകും എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് കോൺഗ്രസ് ഇതിന്റെ നേതൃത്വം കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കോൺഗ്രസിന് പോലും നിലനിൽക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. എന്തുകൊണ്ട്? ഓരോ സാഹചര്യങ്ങളിലും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ താലോലിക്കുകയും ഏതാണോ വേണ്ടത് അത് തീരുമാനിച്ചെടുത്ത് അതാത് അവസരങ്ങളിൽ രാഷ്ട്രീയ തീരുമാനവും ഭരണ തീരുമാനവും എടുത്തു പോകുന്ന രീതിയാണ് നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്വീകരിച്ചു വന്നപ്പോൾ പല സ്ഥലങ്ങളിലും ഭൂരിപക്ഷ സമുദായങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങളും ഒക്കെ കോൺഗ്രസിന് സംശയിച്ചു തുടങ്ങി. ആ സംശയമാണ് കോൺഗ്രസ് പതനത്തിലേക്ക് പോവുകയും പിന്നെ അഴിമതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാകുകയും അത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഗുണകരമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് ജനങ്ങൾ അല്ലെങ്കിൽ MLA-മാരും MP-മാരും ഒക്കെ പോകുന്നത്, ഇന്ത്യ മുന്നണി വിട്ടുപോകുന്നതും കോൺഗ്രസ് വിട്ടുപോകുന്നതും. കോൺഗ്രസിനൊന്നും ലീഡർഷിപ്പ് ആരാ? കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഓൾ ഇന്ത്യ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരാളുണ്ട്, ഖാർഗെയാണ്, മല്ലികാർജ്ജുന ഖാർഗെ. എവിടെയെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ടോ? അപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപജയത്തിലാണ്. കോൺഗ്രസിന്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്നില്ല. സന്തോഷ്, ഈ മോഡിയെയും അമിത്ഷായും കേൾക്കുന്ന പോലെ നമ്മൾ JP നഡ്ഡയെ കേൾക്കുന്നില്ല. തീർച്ചയായിട്ടും JP നദ്ദ ഞാൻ ഒരു കാര്യം പറയട്ടെ, JP നദ്ദയാണ് BJP-യുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുമാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ആലോചിക്ക്, എവിടെ നന്ദ ഇല്ലാതെ BJP-യുടെ തീരുമാനങ്ങൾ പാർലമെന്ററി പാർട്ടിയാകട്ടെ അതിന്റെ ഉപരി കമ്മിറ്റികളാകട്ടെ ഏതിലാ ഇല്ലാതുള്ളത്? ഇത് ഒരു സ്വാഭാവികമായും ഇതിന്റെ അർത്ഥം എന്താണ്? BJP എന്ന് പറഞ്ഞാൽ സംഘടനാപരമായി സംവിധാനമായി മുന്നോട്ട് പോകുന്നതാണ്. ഇതൊരു കൂട്ടുത്തരവാദിത്തത്തോടു കൂടി പോകുന്നു എന്നാണ് കഴിഞ്ഞ നാഷണൽ എക്സിക്യൂട്ടീവ് ഞാൻ അതിലൊരു സംശയം ചോദിച്ചോട്ടെ സന്തോഷ്, കഴിഞ്ഞ നാഷണൽ എക്സിക്യൂട്ടീവിൽ നിർണായകമായ ഒരു തീരുമാനം BJP എടുത്തിരുന്നു. BJP-യുടെ അധ്യക്ഷനെ ഇനി മുതൽ തീരുമാനിക്കുക പാർലമെന്ററി ബോർഡാണ്, അല്ലാതെ സംഘടന തെരഞ്ഞെടുക്കുകയല്ല. ഇതിനു മുമ്പ് ആരെങ്കിലും തെരഞ്ഞെടുക്കുകയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണോ നമുക്കറിയില്ല. പാർലമെന്ററി ബോർഡ്, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ പാർലമെന്ററി ബോർഡാണ് ഇനി JP നഡ്ഡയെ തെരഞ്ഞെടുക്കുക. ഇതിനെയാണോ നിങ്ങൾ ജനാധിപത്യം സംഘടനാശേഷി എന്നൊക്കെ പറയുന്നത്? അല്ല, പാർലമെന്ററി ബോർഡ് എന്ത് ജനാധിപത്യ സംവിധാനത്തിൽ വരുന്നതല്ലേ? പാർലമെന്ററി ബോർഡാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. അത് ഏറ്റവും നിർണായകമായ ബോഡിയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പോളിറ്റ് ബ്യൂറോ ഉണ്ട്, കേന്ദ്ര കമ്മിറ്റി ഉണ്ട്, അതുപോലെ CPM-നുണ്ട്. കോൺഗ്രസിന് ഏതെല്ലാം കമ്മിറ്റികളുണ്ട്? AICC ഉണ്ട്, അതിന്റെ വർക്കിംഗ് കമ്മിറ്റി ഉണ്ട്, അതുപോലെ സബ് കമ്മിറ്റികളുണ്ട്. ഓരോ സംവിധാനങ്ങളിലും പാർട്ടി വലുതായി വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാനും കൊണ്ടുപോകാനും വേണ്ടി ഓരോ സംവിധാനം ഉണ്ടാകുക സ്വാഭാവികമാണ്. ഒരു പാർട്ടിയുടെ അധ്യക്ഷനെ ആ പാർട്ടി നിയോഗിക്കുന്ന ജനപ്രതിനിധികളുടെ കൂട്ടായ്മ തെരഞ്ഞെടുക്കുന്നത് ലോകത്തെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?
അല്ല, നിങ്ങൾ അങ്ങനെയല്ല അതിനെക്കുറിച്ച് കാണേണ്ടത്. പാർലമെന്ററി ബോർഡ് തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ നിർണായകമായ കാര്യങ്ങൾ തീരുമാനിക്കുമെങ്കിലും ഈ പാർട്ടിക്ക് നാഷണൽ കൗൺസിലുണ്ട്, നാഷണൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, അത് കഴിഞ്ഞ് അതിൽ ഉപരി കമ്മിറ്റികളുണ്ട്. അത് കാലാകാലങ്ങളിൽ വരുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണല്ലോ ഒരു പാർട്ടി മുന്നോട്ട് പോകുന്നത്. ആ പാർട്ടിയുടെ തീരുമാനം അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എൻ്റെ സുഹൃത്തെ? ജനാധിപത്യം ഇല്ലാതാവുന്നു. ഒരു പാർട്ടി ജനാധിപത്യപരമായ അതിന്റെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ജനാധിപത്യ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ഒരു പാർട്ടി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുക, ആ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയുടെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക എന്നാൽ ആ പാർട്ടിയുടെ ജനാധിപത്യ സ്വഭാവമാണ്. ആ പാർട്ടി പുറത്തേക്ക് കാണിക്കുന്നു ആ സ്വഭാവമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ പാർട്ടി നിശ്ചയിക്കുന്ന ജനപ്രതിനിധികളുടെ കൂട്ടായ്മ പാർട്ടിയുടെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞാൽ നാളെ BJPക്ക് ഒരൊറ്റ ജനപ്രതിനിധിയില്ല എന്ന് കരുതുക. ആ എങ്ങനെയായിരിക്കും പിന്നെ അതിന്റെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക? അങ്ങനെയല്ല നോക്കി കാണേണ്ടത്. ഒരു പാർട്ടിയുടെ കൗൺസിൽ ഒരു പ്രധാന ബോഡിയാണ്. ആ കൗൺസിൽ ഒരു തീരുമാനമെടുത്ത് എക്സിക്യൂട്ടീവുമായി ആലോചിച്ച് കഴിഞ്ഞാൽ അതൊരു തീരുമാനം എടുക്കേണ്ടത് സ്വാഭാവികമാണ്. ഇതിനെ ഏത് സമയം വേണമെങ്കിലും മാറ്റവും വരുത്താം. ഇതിങ്ങനെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് BJP, ലോകത്തിലെ. അപ്പോൾ സ്വാഭാവികമായും ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടുപോകാനും ഒക്കെ പെട്ടെന്ന് സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സംഘടനാപരമായി ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. അത് എല്ലാ പാർട്ടിയിലും ഉണ്ടാകും. അതാത് പാർട്ടികളുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ്. ഇപ്പൊ കോൺഗ്രസിനെ നമുക്കറിയാലോ, ഇന്ത്യയിൽ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ ഏതെല്ലാം തീരുമാനങ്ങൾ എന്തെല്ലാം എടുത്തു. അപ്പോൾ ഞാൻ സ്വാഭാവികമായും താങ്കളുടെ ചോദ്യത്തിന് നോക്കിക്കാണുന്നത് ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യമാണ്. ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വിശ്വാസവും ജനങ്ങൾക്ക് ഗവൺമെന്റിനോട് താല്പര്യവും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോട് താല്പര്യങ്ങൾ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിൽ വരുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ള മുന്നണിയല്ല. ഇതിലുള്ള മുന്നണിയിൽ ഓരോ സംസ്ഥാനങ്ങളിലുള്ള നേതാക്കൾ പരിശോധിക്കുക. ഇവരെല്ലാം സമുദായത്തിന്റെയും മതത്തിന്റെയും പേരിലും ഒക്കെ നിലനിൽക്കുന്നവരാണ്, ജാതിയുടെയും പേരിൽ നിലനിൽക്കുന്നവരാണ്. ഇവരെല്ലാം അഴിമതിയുടെ ആളുകളാണ്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ കേന്ദ്ര ഏജൻസികൾ ഈ നേതാക്കന്മാരെ വേട്ടയാടുന്നു. കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നല്ല സാർ, ഇവരെല്ലാം അഴിമതിക്കാരാണ്, ജയിലിൽ കിടന്നവരാണ്, കോടതി ശിക്ഷിച്ചവരാണ് പലരും. അവരാണിപ്പോൾ മതേതരവും അതുപോലെ അഴിമതിക്കെതിരെ സമരം ചെയ്യുന്നത്. രണ്ടു കാലം മന്തു പിടിച്ച് മണ്ണിനടുത്ത് കുഴിച്ചിട്ടിട്ട് മറ്റുള്ളവരെ മന്ദ എന്ന് ആക്ഷേപിക്കുന്ന തമാശ പറയുന്ന പോലെ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയിലെയും ഘടകകക്ഷികളുടെയും അഴിമതി, കെടുകാര്യസ്ഥത, സംഘടനാ ദൗർബല്യം എന്നിവകൊണ്ടാണ് ആളുകൾ മറുകണ്ഠം ചാടുന്നതെന്നാണ് സന്തോഷ് വാദിക്കുന്നത്. ശ്രീ മാത്യു, ഇവിടെ നോക്കൂ, ഹിമാചൽ പ്രദേശ് ഏത് നിമിഷവും വീഴാമെന്നാണ് അവസ്ഥ. അതായത് മുഖ്യമന്ത്രിക്കെതിരെ റബലുകൾ ഉണ്ടാകുന്നു, ക്രോസ് വോട്ട് നടക്കുന്നു രാജ്യസഭയിൽ. ഇന്നലെ വരെ കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞ ഒരു MLA ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ BJP ആണ് എന്ന് പറഞ്ഞു പോയി ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രതിപക്ഷത്തെ, ആ പ്രതിപക്ഷത്തെ നയിക്കുന്ന ഏറ്റവും വലിയ പാർട്ടിയെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അജീസ്, ഇതിൻ്റെ അകത്ത് 2-3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളതുണ്ട്. ഒന്ന്, ഒരു രാഷ്ട്രീയ നേതൃത്വ ദാരിദ്ര്യം നേരിടുന്ന ഒരു പാർട്ടിയാണ് BJP. കാരണം ഇത്രയും കൊല്ലമായിട്ട് പോലും അവർക്ക് സ്വന്തമായിട്ട് നേതാക്കളില്ലാത്തത് കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളെ ഭിന്നിപ്പിച്ച് അവരെ ആദ്യം അഴിമതികൾ ആരോപിച്ച് അതിനുശേഷം ED CBI റെയ്ഡുകൾ കൊണ്ടുവന്നിട്ട് അവരെ ആ പാർട്ടിയിലോട്ട് എടുക്കുക, അർഹതപ്പെട്ട BJP പ്രവർത്തകർക്ക് അർഹതപ്പെട്ട പദവികൾ കൊടുക്കാതെ അത് എടുത്ത് പറിച്ചു മാറ്റപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുക്കുക, അതിനുശേഷം അവരുടെ കേസുകൾ ഇല്ലാതാക്കുക, സീറ്റ് വിജയിക്കാൻ പോലും സാധ്യതയില്ലാത്ത സ്ഥലത്ത് പാർട്ടികളെ പിളർത്താൻ വേണ്ടിയിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുക. ഞങ്ങള് ഇവിടെ കർണാടകയിൽ 3 സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ജയിക്കാനുള്ള അംഗബലം 3 ഉള്ളൂ. ഹിമാചലിൽ ഞങ്ങൾ 1 നിർത്തിയുള്ളൂ. നേരെ മറിച്ച് സീറ്റ് ജയിക്കാൻ അർഹതയില്ലാത്തിടത്ത് പോലും ഈ ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഭരണഘടനാ സംവിധാനത്തെ പരിപൂർണമായിട്ട് നിശബ്ദരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അടിച്ചമർത്തിക്കൊണ്ട് BJP എന്ന പാർട്ടിയെ പോലും അടിച്ചമർത്തിക്കൊണ്ട് കേവലം 2-3 വ്യക്തികൾ ചേർന്ന് നടത്തുന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഇപ്പോൾ BJPയിലകത്ത് BJPക്കാർക്ക് പോലും സ്വാതന്ത്ര്യമില്ല. കാരണം ഈ വലിയ ഘോരഘോരം പ്രസംഗിക്കുന്ന നമ്മുടെ BJP പ്രവർത്തകൻ, ഇവിടെ ഈ ഡിബേറ്റ് ഇരിക്കുന്ന BJP സഹയാത്രികന് അവർക്കൊന്നും പദവികൾ കിട്ടില്ല. നാളെ വേറൊരു നേതാവിനെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്കും കൊടുക്കും MP സ്ഥാനവും മന്ത്രിസ്ഥാനവും. ഇവരെല്ലാം ഇതേപോലെ തന്നെ പ്രവർത്തകരായിട്ട് നിൽക്കും. എന്നിട്ട് പറയും ഇവരെല്ലാം അഴിമതിക്കാരാണെന്ന് പറയും. എന്നിട്ട് എന്തിനാണ് ഈ അഴിമതിക്കാർക്ക് അശോക് ചവാനെ മഹാരാഷ്ട്രയില് ഈ അടുത്ത ദിവസം രാജ്യസഭ MP ആക്കിയ അശോക് ചവാനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പേര് പറഞ്ഞ് വിമർശിച്ച് ഒരുപാട് അപമാനിച്ച നരേന്ദ്രമോദി എന്ന വ്യക്തി ആ അശോക് ചവാനെ BJPയിൽ എടുത്തപ്പോഴത്തേക്കും അത് മുഴുവൻ മാറ്റിക്കൊണ്ട്
രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം കൊടുത്തു, രാജ്യസഭ MP ആക്കി. എന്ത് ഉത്തരവാണ് ഇതിന് BJP പറയാനുള്ളത്? BJP പറയുന്നു ഇന്ത്യ മുന്നണി നിലനിൽക്കത്തില്ല എന്നുള്ളത്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല ഒരു രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെ പുറത്ത് കൂടിയേക്കുന്ന ഒരു മുന്നണിയാണെന്നുള്ളത്. അത് രാഷ്ട്രീയപരമായിട്ട് ഇന്ത്യ എന്ന രാജ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന സങ്കല്പത്തെ ഉന്മൂലനം ചെയ്യാനായിട്ട് പുറപ്പെട്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടമായ BJP പുറത്താക്കാനായിട്ട് റീജിയണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് രൂപം കൊണ്ടേക്കുന്ന ഒരു മുന്നണിയാണ് ഇന്ത്യ. അതിനകത്ത് ഞങ്ങൾ ഒരിക്കലും അവകാശപ്പെടുന്നില്ല സംസ്ഥാന തലങ്ങളിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എന്നുള്ളത്. നേരെ മറിച്ച് രാഷ്ട്രത്തിന്റെ നന്മയ്ക്കായിട്ട് എല്ലാവരും കൂടെ ഒത്തുചേർന്നുകൊണ്ട് ചേർന്ന ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി. ഇനി ഹിമാചലിലെ കാര്യം എടുക്കാം. ഹിമാചലിൽ തന്നെ ഒരു പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അത് പുറത്തുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടില് ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പിണക്കമുണ്ടെന്ന് പറയുന്നുണ്ട് ഭാര്യയും ഭർത്താവിനെ വിഭജിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒരു കാര്യമാണത്. ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രവൃത്തിക്ക് ചേർന്നതാണോ? അല്ലെങ്കിൽ ജനാധിപത്യത്തിന് ചേർന്നതാണോ? ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനതയെ പൂർണ്ണമായിട്ടും അപമാനിക്കുന്ന അല്ലെങ്കിൽ അവഹേളിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുകയാണ് നമുക്ക് വേണ്ടത്. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള അഭിപ്രായം. ശരി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇത്ര ദുർബലമാണ് പ്രതിപക്ഷം എന്ന് ഓരോ ദിവസവും തെളിയിക്കുകയാണ്. തുടക്കത്തിൽ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ ആകേണ്ടിയിരുന്ന ആളെ തന്നെ അടർത്തിക്കൊണ്ടുപോകുന്നു, പിന്നീട് RLD പോകുന്നു, ഹിമാചലിൽ ക്രോസ് വോട്ടിംഗ് സാധ്യമാകുന്ന വിധത്തിൽ MLA-മാരെ ചാക്കിട്ട് പിടിക്കുന്നു. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഇതാണ് ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ വിശ്വസിക്കും ജനം പ്രതിപക്ഷത്തെ? അജിംസെ, രാജ്യമെത്തപ്പെട്ട ഒരു ഫാസിസ്റ്റ് അധികാര വാഴ്ചയുടെ നാനാ വഴികളിലൂടെ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ അസ്ഥിരീകരിക്കുകയും ദുർബലപ്പെടുത്തുകയും അപ്രസക്തമാക്കുകയും ചെയ്യുന്ന നീക്കങ്ങളാണ് രാജ്യത്ത് കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഫാസിസ്റ്റ് രാഷ്ട്രീയം പല തലങ്ങളിൽ പ്രവർത്തിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും അത് പണമുപയോഗിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ വാങ്ങിക്കുകയാണ്. അതിന് വഴങ്ങാത്ത ആളുകളെ EDയെയും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വലിയ രീതിയിൽ സമ്മർദ്ദത്തിന് വിധേയമാക്കുകയാണ്. എന്നിട്ട് ഭയപ്പെടുത്തി തങ്ങളുടെ കൂടെ കൊണ്ടുവരികയാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ലഘൂകരിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഒരു മൊത്തം ഐക്യമില്ലായ്മയോ പ്രത്യയശാസ്ത്ര ദൃഢീകരണമില്ലായ്മയോ ആയിട്ട് മാത്രം കാണരുത്. പ്രത്യയശാസ്ത്ര ദൃഢീകരണ ഇല്ലായ്മ ജന്മസ്വഭാവമായിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. അതിൻ്റെ ജന്മകാലം തൊട്ട് തന്നെ അതെന്താണ്, ഹിന്ദുത്വവുമായി സന്ധി ചെയ്ത പാർട്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് BJP ഉയർത്തുന്ന ഭീഷണികളെ നേരിടാൻ കഴിയാവുന്ന രീതിയിൽ അതിൻ്റെ നേതൃത്വം തൊട്ട് താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വരെ ഹിന്ദുത്വ വിരുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിലപ്പുറത്ത് രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ ആകെ തകർക്കുകയാണ് അവർ. പ്രതിപക്ഷത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നത് ജനാധിപത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണത്. ജനാധിപത്യ വ്യവസ്ഥ ഒരു രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ പാർലമെന്ററി ജനാധിപത്യത്തിൽ വളരെ പ്രധാനമാണ് പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറയുന്നത്. പ്രതിപക്ഷത്തെ നിയമാനുസൃതമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ആ പ്രതിപക്ഷത്തെ നാനാവഴികളിലൂടെ സമ്മർദ്ദപ്പെടുത്തി ഏജൻസികൾ ഉപയോഗിച്ച് പണം കൊടുത്ത് ഒക്കെ വിലക്കെടുത്തും കാലുമാറ്റിച്ചുമൊക്കെ BJP നടത്തുന്ന ഈ നീക്കങ്ങളെ രാജ്യമെത്തപ്പെട്ട ഫാസിസ്റ്റ് അധികാര വാഴ്ചയുടെ ഭീകരതയായിട്ട് തന്നെ നമ്മൾ കാണണം. അപ്പോൾ ഫാസത്തെ ചരിത്രത്തിൽ പരാജയപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട നിരവധി ചരിത്രാനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഫാസിസം ജനാധിപത്യത്തിൻ്റെ വഴികളിലൂടെ അധികാരം പരമാവധി പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുമ്പോഴും ഫാസത്തെ നമുക്ക് പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ വഴികളിലൂടെ മാത്രം പ്രതിരോധിച്ച് കളയാം എന്ന് ആരും ചിന്തിക്കേണ്ട. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ധരിക്കുന്നത് ലളിതമായ തെരഞ്ഞെടുപ്പിൽ അനുസരിച്ച് കുറച്ച് സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ ഒരാൾ പ്രധാനമന്ത്രിയാൽ ഇന്ത്യയിൽ ഹിന്ദുത്വം ഉയർത്തുന്ന ഫാസിസ്റ്റ് അവസാനിച്ചില്ല. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ നേതാക്കളിലും എല്ലാ അണികളിലും ഇന്ന് എന്താണ്, ഫാസിസം ഹിന്ദുത്വം ഒരു പൊതുബോധമായി കൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള വളരെ ദൃഢമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടുകൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ ഇതിനെ ഒരു താത്വിക പ്രശ്നമായിട്ട് അവതരിപ്പിക്കുകയാണ് എന്നാരും കാണണ്ട. ഈ ലോകത്തിൻ്റെ അനുഭവം അതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ BJP നമുക്കെല്ലാവരും ഇലക്ട്രൽ ബോണ്ട് റദ്ദ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോൾ ആ കോടതി വിധിയെ പരിഹസിക്കാൻ നരേന്ദ്രമോദിക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത്? ഒരു ഭരണഘടനാ പദവിയല്ലേ പ്രധാനമന്ത്രി? ഞാനോ അജിംസോ ആണ്
ഈ കുചേലൻ ശ്രീകൃഷ്ണന് കൊടുത്ത അവിൽപ്പൊതിയാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ എനിക്ക് തന്ന പണം, അതുകൊണ്ട് ഇപ്പോഴത്തെ സുപ്രീം കോടതി എന്താണ് കുചേലിനെതിരായിട്ട് കേസെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാൾ വലിയ കോടതി അലക്ഷ്യം, കോടതി വിരുദ്ധത, നീതിന്യായത്തോടുള്ള പരിഹാസം മറ്റെന്താ ഉള്ളത്? അങ്ങനെ പരിഹസിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഒന്ന് മാത്രമാണ്. ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളുടെ പണത്തിൻ്റെ നേരായതും കള്ളത്തരത്തിലുമുള്ള പണത്തിൻ്റെ അഴുക്കുചാലിലാണ്. അവിടെ നുരഞ്ഞു പൊന്തുന്ന ശക്തി എന്ന നിലക്കാണ് BJP അവരുടെ രാഷ്ട്രീയത്തെ ഇന്ന് വളർത്തിക്കൊണ്ടുവരുന്നത്. ആർക്കാണത് അറിയാത്തത്? ബജറ്റ് പ്രസംഗത്തിലൂടെ രാജ്യത്ത് ഇലക്ടർ ബോണ്ട് കൊണ്ടുവരിക, അത് സംബന്ധമായ ഒരു ചർച്ച പോലും പാർലമെന്റ് നടക്കാത്ത, ഏതെങ്കിലും ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു ഫ്ലോർ എഞ്ചിനീയറിംഗ് അല്ലാതെ BJP സമർത്ഥമായി, അമിത്ഷാ അതിൽ മിടുക്കനാണ്, ഫ്ലോർ എഞ്ചിനീയറിംഗ് അല്ലാതെ ജനാധിപത്യപരമായ ബില്ലുകൾ ചർച്ച ചെയ്യപ്പെട്ടു. നമുക്ക് 370 വകുപ്പ് തന്നെ അറിയാമല്ലോ. ഇന്ത്യയെ രൂപപ്പെടുത്തിയ ഇൻ്റഗ്രേഷൻ ഓഫ് യൂണിയൻ സ്റ്റേറ്റ്സിൽ ഏറ്റവും പ്രധാനമാണ് ഈ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക പദവികളൊക്കെ തന്നെ. ആ പ്രത്യേക പദവി, കാശ്മീർ നൽകുന്ന പ്രത്യേക പദവിയെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള പ്രസിഡന്റിന്റെ ഒരു വിജ്ഞാപനമല്ലേ അമിത്ഷാ തൻ്റെ ജുബയുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പാർലമെന്റിൽ അവതരിപ്പിച്ചത്? ഇത് എന്ത് പാർലമെന്ററി ജനാധിപത്യ നടപടിക്രമമാണ്? 370 വകുപ്പ് പാർലമെന്റ് അംഗത്ത് ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ടാക്കിയോ? അത് പാസ്സാക്കിയെടുത്തത് എങ്ങനെയാണ്? വളരെ തെറ്റായ രീതിയിലുള്ള ഫ്ലോർ എഞ്ചിനീയറിംഗിലൂടെയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും 370 വകുപ്പ് പാസ്സാക്കിയെടുത്തത്. അപ്പോൾ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു പാർട്ടിയാണ് നരേന്ദ്രമോദി നയിക്കുന്ന BJP. ആ BJP നരേന്ദ്രമോദിയെ നയിക്കുന്നത് ലോകത്തിലെ ഏറ്റവും തീവ്രവാദിയായ ഫാസിസ്റ്റ് ഓർഗനൈസേഷനായ RSS ആണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. RSS നേരിട്ട് ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നില്ല. കാരണം ഗോൾവാൾക്കറുടെ വിചാരധാര വായിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, അവർ ജനാധിപത്യത്തെ ഒരു വ്യവസ്ഥയായി അംഗീകരിക്കാത്തവരാണ്. അവർ രാജാധിപത്യത്തിൻ്റെ നമ്മുടെ മധ്യകാലഘട്ടത്തിലെ മൗര്യഗുപ്ത കാലഘട്ടങ്ങളെയൊക്കെ തന്നെ ആദർശവൽക്കരിച്ച് അങ്ങനെ ഭൂതകാലത്തിൻ്റെ സുവർണകാലം പുനരാനയിക്കണമെന്ന് വാദിക്കുന്നവരാണ്. അവർ ജനാധിപത്യമില്ലാത്ത ഭൂതകാലത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളാണ്. അവർ താത്വികമായി തന്നെ RSSന്റെ നിലപാട് എന്ന് പറയുന്നത് ഈ പാർലമെന്ററി ജനാധിപത്യം ഉൾപ്പെടെയുള്ള എല്ലാ ജനാധിപത്യത്തിനും അവരെതിരാണ്. അങ്ങനെ എതിരായിരിക്കുന്ന ഒരു പാർട്ടി അവർ ജനാധിപത്യത്തിൻ്റെ വഴികളിലൂടെ ഇന്ത്യ പോലൊരു രാജ്യത്ത് അധികാരം ഉറപ്പിക്കാനും മതരാഷ്ട്രമാക്കി ഇന്ത്യയെ പരിവർത്തനപ്പെടുത്താനുമുള്ള നീക്കങ്ങൾ നടത്തുന്നത് BJP ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ BJPയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? RSS ആണ്. RSSന്റെ പ്രചാരക്കാണ് ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? RSS തീരുമാനിക്കുന്നതനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ നടക്കുക. അപ്പോൾ RSS എന്ന് പറയുന്നത് നമ്മൾ ആരും അതിനെ ലഘൂകരിച്ച് കാണണ്ട. അത് നാഗപ്പൂരിലുള്ള ഈ ട്രൗസർ ഇട്ട് നടക്കുന്ന കുറേ ശാഖയിൽ പോകുന്ന ആളുകളുടെ സംഘടന മാത്രമല്ല, ഇൻ്റർനാഷണൽ തലത്തിൽ ഏറ്റവും സുപ്രധാനങ്ങളായ ഇൻ്റലിജൻസ് ഏജൻസികളും രാഷ്ട്രമീമാംസകാരന്മാരും അവരുടെയൊക്കെ തന്നെ ചിന്താകേന്ദ്രങ്ങളുമൊക്കെ വലിയ രീതിയിൽ സഹായിക്കുന്ന, അവർ വളർത്തിയെടുത്ത ഇന്ത്യൻ ഫാസിസത്തിൻ്റെ കാലാൾപ്പടയാണ് RSS. ആ കാലാൾപ്പടയാണ് അണിയറയിൽ നിന്ന് മോഡി സർക്കാരിനെ നയിക്കുന്നത്. അതുകൊണ്ട് ഈ മോഡി സർക്കാർ ഉയർത്തുന്ന ഫാസിസ്റ്റ് ഭീഷണിക്കെതിരായിട്ട് ലളിതമായ ജനാധിപത്യത്തിൻ്റെ മാർഗങ്ങൾ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് വേദികളിലൂടെ മാത്രം നമുക്ക് അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ബഹുജനങ്ങളെ ആകെ ഈ ഹിന്ദുത്വ പൊതുബോധത്തിനെതിരായി ഉണർത്തിയെടുക്കാൻ കഴിയുന്ന വലിയ ഇടപെടലുകൾ, ഇവരുടെ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്കെതിരായിട്ട് വലിയ പ്രതിരോധങ്ങൾ, ചെറുത്തുനിൽപ്പുകൾ രാജ്യത്ത് വളർത്തിയെടുക്കണം. രാജ്യത്തെ 37% ആളുകൾ മാത്രമാണ് നരേന്ദ്രമോദിയെ 2019 തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ചത്. 63% വരുന്ന ആളുകൾ മറുപുറത്താണ്. അവരെ ഏകോപിപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടികളുടെ, പ്രത്യേകിച്ച് റീജിയണൽ പാർട്ടികളുടെ ഏകോപനമുണ്ടാക്കാനുള്ള ശ്രമമാണ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള 10-26 പാർട്ടികൾ ചേർന്ന് നടത്തിയത്. ഒന്ന് പറഞ്ഞ് അവസാനിച്ചോട്ടെ. ആ ശ്രമം വിജയകരമാണെന്നാണ് ഞാൻ കാണുന്നത്. അതിൽ നിന്നിപ്പോൾ നിതീഷ് കുമാർ മാറിയത് കൊണ്ടോ കുറേ കോൺഗ്രസ്സുകാർ രാജിവെച്ചു പോയതുകൊണ്ടോ നോക്കും ഇന്ത്യയിലെ BJP ഇതര മതനിരപേക്ഷ ബോധമുള്ള ജനങ്ങളെയൊന്നും അവർക്ക് ഹൈജാക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണുന്നില്ല. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായിട്ടുള്ള വലിയൊരു ബഹുജന മുന്നേറ്റം ഉണ്ടാക്കാൻ അവശേഷിക്കുന്ന പാർട്ടികൾക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ നവനീത്, ഇതിവിടെ സന്തോഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് ഒരു കമലയും ഒരു ഓപ്പറേഷൻ കമലയും ഇല്ലാതെ തന്നെ മറുകണ്ഠം ചാടാൻ തയ്യാറായി നിൽക്കുന്ന, പല കാരണങ്ങളാൽ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടാക്കിയ ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ നോക്കൂ, ഈ ക്രോസ് വോട്ട് ചെയ്ത ആളുകൾ ഞങ്ങളിപ്പോൾ BJP ആണ്, അതായത് കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ചൊരു MLA എന്ന് മാധ്യമങ്ങൾ പറയുകയാണ്, ഞാൻ BJP ആണ് എന്ന് തുറന്നു പറയുകയാണ്. അപ്പോൾ ഇത്തരം ആളുകൾ കോൺഗ്രസ്സിലുണ്ട്. അതുപോലെ തന്നെ ഈ അഭിഷേക് സിംഗ്വിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചതിലെ അതൃപ്തി ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് ഘടകത്തിലുണ്ടായിരുന്നു. അവർക്ക് മറ്റ് സ്ഥാനാർത്ഥികളുണ്ട്, ആനന്ദ് ശർമ്മ പോലുള്ള സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, അവർ നിർദ്ദേശാളുകളുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിനകത്ത പ്രശ്നം തന്നെയാണ് കുഴപ്പം, അല്ലാതെ BJP
പോച്ചിങ്ങിന് ഇറങ്ങിയത് കൊണ്ട് മാത്രമല്ല, അങ്ങനെയാണോ? അജിൻസ് പറഞ്ഞ ആദ്യം നമ്മുടെ പരിപാടി തുടങ്ങുമ്പോൾ പറഞ്ഞതുപോലെ ഒരു കേന്ദ്രീകൃത മതാധിഷ്ഠിതമായ ജനാധിപത്യത്തിലേക്കാണ് ഇന്ത്യ ഇരിക്കുന്നത്. അത് ഇനി അതില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ റിയാലിറ്റിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് കാര്യമില്ല. കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ബി ജെ പിയുടെ വക്താവ് ആദ്യം പറഞ്ഞതുപോലെ അതിനകത്തൊരു ഫാക്ട് ഉണ്ട്. അതായത് കോൺഗ്രസ് നേതൃത്വം ശക്തമല്ല എന്നുള്ളത്. കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് 2012 ശേഷം, ഓൾമോസ്റ്റ് 2012 ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിയമവും കളികളും എല്ലാം മാറിക്കഴിഞ്ഞു. അത് നമ്മൾ എത്രത്തോളം താമസിച്ച് അംഗീകരിക്കുന്നു അത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ വിചാരിക്കുന്നില്ല പൈസ കൊണ്ട് മാത്രം MLA-മാർ ചാടിപ്പോകുന്നു എന്നുള്ളത്. നോക്കൂ, ഇന്ന് ആസാമിന്ന് ഒരു കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് BJP-യിൽ ചേർന്നു. ബീഹാറിൽ നിന്ന് 2 കോൺഗ്രസ് MLA-മാരും ഒരു പ്രതിപക്ഷ MLA-യും മാറി. ഇത് നടക്കുന്ന ഈ രാജ്യത്ത് തന്നെയാണ് കർണാടകയിൽ BJP MLA ക്രോസ് വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി. തെലങ്കാനയിൽ BJP-യുടെ മുൻ MP-മാര് കോൺഗ്രസിൽ ചേരുന്നത്. ഇത് കോൺഗ്രസിന്റെയോ BJP-യുടെയോ ഒരു പ്രത്യേകതയോ കൊണ്ടല്ല. ആരാണോ ഈ നിയമവും ഈ കളിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കളിക്കുന്നത് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അത് DK ശിവകുമാറിന് പറ്റും, രേവന്ത് റെഡ്ഡിക്ക് പറ്റും, അമിത്ഷായ്ക്ക് പറ്റും. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. എത്രത്തോളം റിയാലിറ്റിയിൽ നിന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം മാറി നിൽക്കുന്നു അത്രത്തോളം ഹിമാചൽ പ്രദേശികൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഹിമാചൽ പ്രദേശില് ഈ ഒരു നവനീത് പറഞ്ഞു വരുന്നത് തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണോ? കോൺഗ്രസ് എന്നല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും മാറിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അതാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. നോക്കൂ, BJP ED-യെ ഭയപ്പെടാത്ത ഒരു BJP MLA എന്തുകൊണ്ടാണ് കർണാടകയിൽ ക്രോസ് വോട്ട് ചെയ്തത്? BJP മുൻ MP അവര് ക്രോസ് വോട്ട് ചെയ്യാൻ മുമ്പ് കോൺഗ്രസിന്റെ സർക്കാരിനെ താഴെ വീഴ്ത്തി BJP-യിലേക്ക് പോയ 15 MLA-മാരിൽപ്പെട്ട 2 പേരാണ് ഈ ക്രോസ് വോട്ട് ചെയ്തത് കർണാടകയിൽ. ആയിക്കോട്ടെ, എന്നാലും അവർ ക്രോസ് വോട്ട് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയില്ലേ? ഇപ്പൊ നമ്മളൊരു പ്രതിപക്ഷത്തിന്റെ ആരോപണം എടുത്തു നോക്കിയാൽ ED-യെയും പൈസയും കൊണ്ട് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാത്ത സ്ഥലങ്ങളും ഉണ്ടല്ലോ. അപ്പം ഇവിടെ ശക്തമായ നേതൃത്വം, എന്നെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു നേതൃത്വവും ആ നേതൃത്വത്തിന് ശക്തമായ എന്താണ് ഒരു നിശ്ചയദാർഢ്യമുള്ള നേതൃത്വം ഉണ്ടെങ്കിൽ പല നേതാക്കന്മാരും പല MLA-മാരും കൂടെ നിൽക്കാൻ റെഡിയാണ്. ഇതിനകത്ത് പ്രത്യയശാസ്ത്രത്തിന്റെ ഒന്നുമില്ല. പ്രത്യയശാസ്ത്രം BJP-യുടെ വക്താവ് ആദ്യം പറഞ്ഞല്ലോ അഴിമതിക്കാരായിരുന്നു. 75,000 കോടിയുടെ അഴിമതി നടത്തിയെന്ന് നരേന്ദ്രമോദി പറഞ്ഞ് 2 ആഴ്ചക്ക് കഴിഞ്ഞപ്പോഴാണ് അജിത് പവാറിന് കൂട്ടി മന്ത്രിസഭ ഉണ്ടാക്കിയത്. അപ്പം പ്രത്യയശാസ്ത്രവും അഴിമതിയൊക്കെ നമുക്ക് ഇരുന്ന് പറയാം, കൈയടിക്കാം എന്നുള്ളതല്ലാതെ ഇന്ത്യയിൽ പ്രത്യയശാസ്ത്രമോ അതൊന്നും ഇപ്പോഴും പ്രശ്നമല്ല. അപ്പൊ ആ ഒരു രീതിയിൽ കോൺഗ്രസ് മാറിയാൽ മാത്രമേ ഇതിന് തടയിടാൻ പറ്റൂ. ഇതിന് അൺഫോർച്ചുനേറ്റ്ലി കോൺഗ്രസ് ഇപ്പോഴും അത് റിയലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. റിയലൈസ് ചെയ്യട്ടെ. കാരണം അവരുടെ കോൺഗ്രസിന്റെ കയ്യിലുള്ള വളരെ നല്ല നേതൃത്വങ്ങളെ അവർ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നില്ല. അത് ഇനിയെങ്കിലും അവർ തിരിച്ചറിയും എന്ന് വിചാരിക്കുന്നു. കാരണം ഇന്നൊരു ഹിമാചൽ പ്രദേശിന്റെ മാത്രം പ്രശ്നമല്ല ഇത്. നാളെ BJP-ക്കെതിരെ മത്സരിച്ച് MP ആകാൻ പോകുന്ന ഉത്തരേന്ത്യയിലെ MP-മാരെ വരെ നിയന്ത്രിച്ചു നിർത്താൻ പറ്റുമെന്ന് സമാജ്വാദി പാർട്ടിക്കും ഉറപ്പില്ല, കോൺഗ്രസിനും ഉറപ്പില്ല. ഇതില് നിരാശരെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ജനാധിപത്യ വിശ്വാസികളായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം UP-യിലോ ബീഹാറിലോ ജയിച്ചു വരുന്ന കോൺഗ്രസ് MP-മാരോ പ്രതിപക്ഷ MP-മാരോ എത്ര പേര് ഇലക്ഷൻ കഴിഞ്ഞാലും ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കുമെന്നുള്ളത് വലിയ സംശയമാണ്. അത് ഇതൊരു ഹിമാചൽ പ്രദേശിന്റെ മാത്രം പ്രശ്നമായി ശ്രീ മാത്യു ആന്റണി, ഇവിടെ നോക്കൂ, നവനീത് പറഞ്ഞു വരുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ആരെയാണ് എതിർക്കുന്നത്, ആരോടാണ് നിങ്ങളുടെ യുദ്ധം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പ്രധാനമാണ്. ഒരു തരത്തിലുള്ള ജനാധിപത്യ മൂല്യങ്ങളിലും വിശ്വസിക്കുകയോ അത് പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യാത്ത, അങ്ങനെയൊന്നും ആഗ്രഹിക്കുക പോലും ചെയ്യാത്ത, ലക്ഷ്യമാർഗത്തെ സ്വാധീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ധാർമ്മിക മൂല്യങ്ങളോടും ഒരു പ്രതിപത്തിയും കാണിക്കാത്ത ഒരു രാഷ്ട്രീയ സംവിധാനം, ആ രാഷ്ട്രീയ സംവിധാനത്തെയാണ് നിങ്ങൾ എതിർക്കുന്നത്. അതിനെ നേരിടാൻ രേവന്ത് റെഡ്ഡിക്കാവുന്നുണ്ട്, DK ശിവകുമാറിനാവുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനാവുന്നില്ലെങ്കിൽ കുഴപ്പം അവിടെയാണ്. നിങ്ങൾ ആരെയാണോ എതിർക്കുന്നത് അവർ ഉപയോഗിക്കുന്ന അതേ ആയുധം തിരിച്ചുപയോഗിച്ചേ നിങ്ങൾക്ക് അവരെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്ന പാഠമാണ് ഇന്ന് കർണാടക നൽകുന്നത്. അജിൻസ്, ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്.
വളരെ പച്ചയായിട്ട് ജനങ്ങളെ ഇളിഭ്യരാക്കിക്കൊണ്ട്, കള്ളം പറഞ്ഞുകൊണ്ട്, ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട്, അവര് കൊടുത്തേക്കുന്ന ജനാധിപത്യ ഭൂരിപക്ഷത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നയിക്കുന്ന ഒരു BJP സർക്കാർ, അതായത് നേരത്തെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ പോലെ തന്നെ ഒരു സുപ്രീം കോടതിയുടെ വിധിയെ പോലും പരിഹാസ രൂപേണ പറയാൻ ധൈര്യം കാണിക്കുന്ന, അതായത് രാഷ്ട്രീയപരമായിട്ട് എല്ലാവിധ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും കൊലപാതകം ചെയ്തു വെച്ചേക്കുന്ന ഒരു BJP സർക്കാരിനോട് നമ്മൾ അതേ രീതിയിലുള്ള, അതേ നാണയത്തിലുള്ള മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായിട്ട് തെറ്റാണ്. അത് നമ്മൾ ഇപ്പം ഇലക്ഷന് ഈ അഴിമതിക്കാരായിട്ടുള്ള നേതാക്കളെ മുഴുവൻ കൊണ്ടുപോയിട്ട് അത് കഴിയുന്ന ഉടനെ അവരുടെ അഴിമതി തുടച്ചു നീക്കുക, അതിനുശേഷം വീണ്ടും ആരോപണം ഉന്നയിക്കുക, ഇതെല്ലാം ജനങ്ങളെയാണ് അവഹേളിക്കുന്നത്, കോൺഗ്രസിനെ അല്ലേ. ഇപ്പം മാധ്യമങ്ങൾക്കെല്ലാം ഇപ്പൊ കോൺഗ്രസിന്റെ നേതൃത്വ ശേഷിയെ കുറിച്ചൊരു പരാതി പറയുന്ന ഒരു ഫാഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്തെല്ലാം ഇതിപ്പം കോൺഗ്രസിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇരിക്കുന്നത്, ഇത് കോൺഗ്രസിന്റെ പ്രശ്നമല്ലത്, ഇന്ത്യൻ ജനത മുഴുവൻ നേരിടുന്ന ഒരു പ്രശ്നമാണ്. എല്ലാ രീതിയിലും അടിച്ചമർത്തപ്പെടുകയാണ്, എല്ലാ രീതിയിലും സ്വേച്ഛാധിപത്യത്തിലേക്ക് ഈ രാജ്യത്തിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല, കോടതികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല, ഇലക്ഷൻ കമ്മീഷന് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. ചണ്ഡീഗഡിലെ ഇലക്ഷനെ ഒരു നാണവുമില്ലാതെ അട്ടിമറിച്ചവരാണത്. ഇലക്ട്രൽ ബോണ്ടിന്റെ പിന്നാമ്പുറ രഹസ്യങ്ങൾ വന്നപ്പോഴത്തേക്കും എല്ലാവിധ കോർപ്പറേറ്റുകളിലും ED റെയ്ഡുകൾ നടത്തി അവരെ ഭീഷണിപ്പെടുത്തിയാണ് ഇത് നടത്തിയേക്കുന്നത്. ഇതിനെല്ലാം എതിരെ ജനം പ്രതികരിച്ചില്ല. അതിനു പകരം നമ്മളും അതേപോലെ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യത്തിൽ എന്താണ് ബാക്കിയുള്ളത്? എന്താണ് അവശേഷിക്കുന്നത്? ഈ നമ്മളൊരു എന്താ പറയുന്നത്, എല്ലാം ഒരു പൊളിറ്റിക്കൽ ത്രില്ലറിനെ പോലെ കാണരുത്. ഒരു ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് മൂല്യങ്ങൾ നിലനിന്നേ സാധിക്കുകയുള്ളൂ. കോൺഗ്രസിന് ദേശീയ തലത്തിൽ നേതൃത്വ ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കോൺഗ്രസിനെ എല്ലാ വിധത്തിലും ഇല്ലാതാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും 39% വോട്ട് നേടിയവര് ഒരു രാജ്യത്തെ മുഴുവനായിട്ട് ഇല്ലാതാക്കാനായിട്ടാണ് നോക്കുന്നത്. അതിനെ കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് അവർ ഈ രാജ്യത്തെ ജനാധിപത്യത്തെയാണ് ഇല്ലാതാക്കാൻ നോക്കുന്നത്. അതിനെ തിരിച്ചറിയാനായിട്ട് ജനത അല്ലെങ്കിൽ മീഡിയ സ്ഥാപനങ്ങൾ അതിനുള്ള ഒരു പരിശ്രമം അല്ലെങ്കിൽ ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നില്ല. അതിന് പകരം നേരെ മറിച്ച് കോൺഗ്രസിനെ കുറ്റം പറയാനാണ് നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് കോൺഗ്രസ് BJP പോലെ ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായിട്ട് ഒരു ജനതയോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്, അവരെ ചതിക്കുന്നതിന് തുല്യമാണ്. അതല്ല അതിനുള്ള ഉത്തരം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനതയെ ഇതിന് മുഴുവൻ അവരെ ഏകോപിപ്പിച്ചുകൊണ്ട് സമരമുറകളിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ സ്വേച്ഛാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ കൂടിയും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഉള്ള എല്ലാ പ്രവൃത്തിയും BJP നടത്തുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ ഒരു ഏകോപിപ്പിച്ച് ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു സമരം, പ്രക്ഷോഭം, അതിനനുസരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയുമാണ് ഉണ്ടാവേണ്ടത്. ഇതിൽ നമ്മൾ ഈ BJP ഇങ്ങനെയെല്ലാം നടത്തുന്ന സമയത്ത് നമ്മൾ വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സാധാരണ ജനങ്ങൾ മുഴുവൻ വിലക്കയറ്റത്തിന്റെ പരമാവധി ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. ഇതിനെ ഒന്നും ആരും കൊണ്ടുവരുന്നില്ല. അതിനെ കുറെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് രാഷ്ട്രീയ ശ്രദ്ധ അതിലോട്ട് മാറ്റും. നേരെ മറിച്ച് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഇപ്പൊ എന്തെല്ലാം വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ, നമ്മൾ GDPയോ വലിയ കാര്യങ്ങളോ ഒന്നും പറയണ്ട. നമ്മൾ മേടിക്കുന്ന പാലിന് 35 രൂപ 2014 വിലയുള്ള പാലിന് ഇന്ന് 70 രൂപ കൊടുക്കണം. ഇതിനെതിരെ ആരും ശബ്ദിക്കുന്നില്ല. 2012-14 290 രൂപയും 400 രൂപയുടെ ഇടയ്ക്ക് നിന്ന ഗ്യാസ് കുറ്റിക്ക് അത്രയും വില ഉണ്ടായിരുന്നപ്പോഴത്തേക്കും സ്മൃതി ഇറാനി മാറത്തടിച്ചുകൊണ്ട് ഡൽഹിയിൽ വളരെ വലിയൊരു ഡ്രാമ കളിക്കുകയുണ്ടായി. ഇന്നിപ്പോ സ്മൃതി ഇറാനിക്ക് ഗ്യാസിന്റെ വില കയറിയത് 900 തൊട്ട് 1200 രൂപ വരെ കയറിയത് അറിയാൻ പറ്റുന്നില്ലേ? ബോധപൂർവം കണ്ണടയ്ക്കലല്ലേ? ഇത് ജനതയെ പറ്റിക്കലല്ലേ? 15 ലക്ഷം രൂപ ബ്ലാക്ക് മണി കണ്ടുപിടിച്ചുകൊണ്ട് എല്ലാവരുടെ അക്കൗണ്ടിലോട്ട് ഇട്ടുകൊടുക്കുമെന്ന് പറഞ്ഞു. എവിടെ പോയി ബ്ലാക്ക് മണി? എവിടെ പോയി അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം? ഇതെല്ലാം ആരെയാ പറ്റിക്കുന്നത്? എന്നിട്ട് വേറെ കുറെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ജനത മുഴുവൻ BJPയുടെ ഒപ്പമാണെന്ന് പറയും. ഇതെല്ലാം പേടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങളില്ലാത്ത പാലം ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് അവിടെ നിന്ന് ഒരാളും ഇല്ലാത്തടത്തോട് കൈ കാണിച്ചുകൊണ്ട് ഇതെല്ലാം കാണിക്കുന്ന ഈ കോമാളിത്തരങ്ങൾ മുഴുവൻ കാണിച്ചുകൊണ്ട് ഒരു ജനതയെ മുഴുവൻ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരെ ഇതെല്ലാം ശബ്ദമുയർത്താനായിട്ട് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തി 16,000 കിലോമീറ്റർ. വേറെ ഒരു നേതാവും ഇന്ത്യയിൽ ഈ കാലഘട്ടത്തിലുള്ള ഒരു നേതാവ് പോലും ജനതയെ തൊട്ടറിഞ്ഞിട്ടുള്ള ഒരു സമീപനം നടത്തിയിട്ടില്ല. രണ്ടാമത്തെ യാത്രയും നടക്കുന്നു. പേരെടുത്ത് പറയാനുള്ള ഒരു നേതാവെങ്കിലും ഉണ്ടോ ഇപ്പൊ അത്രയധികം ജനങ്ങളായിട്ട് ഇടപഴകിയേക്കുന്നത്? മോദി ജനങ്ങൾക്ക് ഭയങ്കര സ്വീകാര്യനാണെന്ന് പറയുന്നു. ബുള്ളറ്റ് പ്രൂഫ് കാറിൽ പോയിക്കൊണ്ട്, അല്ലെങ്കിൽ
ആളില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് തനിയെ പോയിക്കൊണ്ട് സ്വന്തം പടങ്ങൾ മാത്രം പ്രദർശിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സർക്കാരിന്റെ പണം മുഴുവൻ ദുരുപയോഗം ചെയ്തുകൊണ്ട്, അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ട്, ഇങ്ങനെയെല്ലാം പ്രചരിപ്പിച്ചിട്ട് വീണ്ടും ഈ ജനാധിപത്യം അവഹേളിക്കുകയും ജനങ്ങളെ മുഴുവൻ കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഇതാണോ നിങ്ങൾ പറയുന്ന ജനാധിപത്യം? ഇതാണോ നിങ്ങൾ പറയുന്ന എന്തായാലും ബി ജെ പി പിന്തുടരുന്ന കോൺഗ്രസ്? ഒരു മൂല്യബോധം കോൺഗ്രസിന് കഴിയില്ല. കാരണം അത് ജനങ്ങളോട് കമ്മിറ്റഡുള്ളതാണ് എന്നാണ് മാത്യു പറയുന്നത്. ശ്രീ പാലോട് സന്തോഷ്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത കണക്ക് അവർക്ക് ഏതാണ്ട് ഒരു 1200 കോടി രൂപയുടെ ചെലവുണ്ടായിട്ടുണ്ട് എന്നാണ് ഈ മൊത്തം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസിൻ്റെ ഒരു പഠനത്തിൽ പറയുന്നത് മൊത്തം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒരു 55,000 കോടി രൂപ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ്. അതിൻ്റെ 45% ഏതാണ്ട് 27,000 കോടി രൂപയാണ് ബി ജെ പി 2019 തെരഞ്ഞെടുപ്പിൽ ചെലവാക്കിയത്. ഈ തെരഞ്ഞെടുപ്പിൽ അത് എത്ര രൂപയാണെന്ന് അറിയില്ല. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് നിലനിന്ന സമയത്ത് അതിൻ്റെ സിംഹഭാഗവും കരസ്ഥമാക്കിയത്, അതായത് അജ്ഞാതമായ ഉറവിടങ്ങളിൽ നിന്നുള്ള പണം സ്വീകരിച്ചത്, അതിനർത്ഥം കള്ളപ്പണം സ്വീകരിച്ചത്. അതാരൊക്കെ സ്വീകരിച്ചാണുള്ളത് കള്ളപ്പണം തന്നെയാണ്. ആരാണ് നൽകിയതെന്ന് അറിയില്ല. അപ്പോൾ ആ പണം സ്വീകരിച്ച് കുമിഞ്ഞു കൂട്ടിവച്ചിരിക്കുന്ന പണമാണ്. ആ പണം ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ജനാധിപത്യത്തെ അട്ടിമറിക്കലാണ് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എനിക്കൊന്ന് പറയാൻ അവസരം തരണം. ഇന്ത്യയിലെ കുടുംബാധിപത്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും സജീവമായ അതിന് നേതൃത്വം കൊടുത്ത ആൾ ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു ഏകദേശം 15-16 വർഷം പോലും ഇന്ത്യയിൽ മറ്റൊരാൾക്കും അവസരം കൊടുക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടർന്നു. അത് ആരെ കയ്യിലേക്കാണോ കൊടുത്തത്? ഇന്ദിരാഗാന്ധിയുടെ കയ്യിലേക്ക്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം പലരും പ്രസക്തമല്ലാതെ കുറച്ചു നാളുകൾ പ്രധാനമന്ത്രിയായി, പിന്നെ അവരിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അത് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയായി. രാഹുൽ ഗാന്ധി നിന്ന് എവിടെ എത്തി? സോണിയാഗാന്ധിയിലേക്ക് എത്തി. ഇപ്പോഴും ആ നെഹ്റു കുടുംബത്തിന്റെ ആധിപത്യത്തിലാണ് കോൺഗ്രസ് നിന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് തകരുന്നത്. അതുപോലെ തന്നെയാണ് CPMന്റെ സ്ഥിതി. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനകീയമായ ജനങ്ങളോടൊപ്പം നിന്ന കർഷകരോടൊപ്പം, കർഷക തൊഴിലാളികളോടൊപ്പം, സാധാരണക്കാരോടൊപ്പം, ദളിതരോടൊപ്പം, ആദിവാസികളോടൊപ്പം, യുവാക്കളോടൊപ്പം, വിദ്യാർത്ഥികളോടൊപ്പം, സാധാ തൊഴിലാളികളോടൊപ്പം ഒക്കെ നിന്നിരുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി ഇന്ന് കുടുംബാധിപത്യത്തിലേക്ക് പോയി. ഈ കുടുംബാധിപത്യം വരുമ്പോഴാണ് ജനാധിപത്യം നഷ്ടപ്പെടുകയും ഏകാധിപത്യത്തിലേക്ക് പോകുന്നത്. ആ ഏകാധിപത്യമാണ് ഇതിന്റെ ദോഷം. പിന്നെ കോൺഗ്രസിന്റെ സ്ഥിതി കഷ്ടം എന്ന് പറയാതെ വേറെന്താ സ്ഥിതി? കേരളത്തിൽ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന KPCC പ്രസിഡന്റ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടില്ലേ, പത്രസമ്മേളനം ആലപ്പുഴ നടത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് വന്നില്ല എന്ന് ചോദിച്ച മലയാളത്തിലെ മഹനീയമായ വാക്കുപയോഗിച്ച്, മാ എന്ന് പറയുന്ന വാക്കുപയോഗിച്ച് അശ്ലീലം പറഞ്ഞു. സ്വല്പം കഴിഞ്ഞ് പത്രക്കാർ ചോദിച്ചു, അല്ല ഇങ്ങനെ അശ്ലീലം കേട്ടല്ലോ എന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സ്വല്പം കഴിഞ്ഞപ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് ഞങ്ങളുടെ അങ്ങനെ ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ഈ സുധാകരൻ പറഞ്ഞത് മോശപ്പെട്ട വാക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ യോഗി ആദിത്യനാഥ് ANAയുടെ റിപ്പോർട്ടറോട് പറഞ്ഞൊരു തെറിയുണ്ട്. അത് അങ്ങനത്തെ തെരഞ്ഞാൽ കിട്ടും, ഇന്റർനെറ്റിൽ നിന്ന് ചുമ്മാ സെർച്ച് ചെയ്താൽ മതി. അല്ല ഞാനെന്ത് അല്ല അജീം സാഹേ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ അത് ബി വേർഡാണ്, ഇത് എം വേർഡാണെങ്കിൽ അത് ബി വേർഡാണ്, ഹിന്ദിയിലെ ബി വേർഡാണ് ഉപയോഗിച്ചത്. അല്ല ഞാൻ പറയട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ആദ്യം ഇവിടെ ഇപ്പൊ നമ്മുടെ കേരളം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. എന്താ പറഞ്ഞത്? അത് ഞങ്ങൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മഹനീയമായ വാക്കുകളാണെന്ന് പറയുന്നു. ഇവിടെ നമ്മൾ നോക്കിക്കാണുന്നത് എന്താ? ഇവിടെ നിങ്ങൾ പറയുന്നു ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും. ഇന്ത്യയിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നതും കേരളത്തിൽ CPM സ്വീകരിക്കുന്നത് എന്താ? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ തീവ്രവാദ സംഘടനകളും മത തീവ്രവാദ സംഘടനകളെന്നൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്. ഹിന്ദുത്വ ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷം ഒക്കെ നിൽക്കട്ടെ. ഇവിടെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് കേരളത്തിലെ കോൺഗ്രസിന് കിട്ടിയത്? കോൺഗ്രസിന്റെ മഹത്വം കൊണ്ടാണ്? അല്ല. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളോട് പറഞ്ഞു BJP അപകടകാരിയാണ്, കോൺഗ്രസ് ഒന്നാമത്തെ കക്ഷിയായി വരണം. പാവ ന്യൂനപക്ഷങ്ങൾ. ഇന്ത്യൻ ദേശീയതയിൽ മുസ്ലിങ്ങളെ സംഭാവന ചെറുതല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിൽ അവരുടെ ശരീരങ്ങളിൽ വെടിയുണ്ടയേറ്റ് ശരീരം ഛിന്ന ഭിന്നമായി ചിതറി വീഴുമ്പോഴും ഭാരതത്തിന് വേണ്ടി സിന്ദാബാദ് വിളിച്ച മുസ്ലിം സമുദായങ്ങളാണ്, മുസ്ലിം നമ്മൾ ബഹുമാനിക്കേണ്ട വ്യക്തിത്വങ്ങളാണ് ആയിരക്കണക്കിന്. അപ്പോൾ അവരെ ഭീഷണിയുടെ അല്ലെങ്കിൽ അവർ ആ രീതിയിലേക്ക് കൊണ്ട് നിർത്തുന്നു. ഇന്ന് കേരളത്തിൽ കോൺഗ്രസും CPM സ്വീകരിക്കുന്ന നിലപാട് അതല്ലേ? എന്തുകൊണ്ടാണ് പാലോട് സന്തോഷം അങ്ങ് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ BJP അംഗീകരിക്കുന്ന ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരെന്ന് പറയാമോ? അത് ശരീരത്തിൽ വിരിമാറിൽ വെടിയുണ്ടേറ്റ് മരിച്ചു വീണ ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരെന്ന് പറയാമോ? അല്ല ഞാൻ 1000 നൂറുകണക്കിന് പറഞ്ഞുതരാം. നൂറുകണക്കിന് ആളുകളുടെ പേര് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിങ്ങൾ വെട്ടിമാറ്റിയിട്ടുണ്ട്. നിങ്ങൾ അംഗീകരിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പറയാമോ? ഞാൻ ഒരാളെയോ 2 പേരെയോ 5 പേരും പറഞ്ഞില്ല. ഇന്ത്യ ഗേറ്റിൽ ഏറ്റവും കൂടുതൽ പേര് എഴുതി വെച്ചിരിക്കുന്ന ആരാ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ?
ഞാൻ അത് നിങ്ങൾ എഴുതി വെച്ചതല്ല. പറഞ്ഞതല്ല സാർ. ഇന്ത്യ ഞാൻ ഗേറ്റിൽ എഴുതി വെച്ചത് പറഞ്ഞത് നിങ്ങളല്ല. കേരളത്തിലെ നിങ്ങളുടെ ഒരാളുടെയും പേര് അതിൽ കാണാനുമില്ല. കേരളത്തിലെ മുസ്ലിം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ എന്നെ പറയാനൊന്ന് അനുവദിക്കൂ, എന്നിട്ട് ഓക്കെ സന്തോഷ് പറയൂ. നിങ്ങൾ എന്നോട് മാത്രം സംസാരിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട്? ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, കേരളത്തില് BJP-യെ അല്ലെങ്കിൽ BJP-യെ എതിർത്തു. ഞാൻ BJP-യെ ശക്തമായി എതിർത്തിരുന്ന ഒരാളാണ്. ഞാൻ LDF-ൽ വളരെ ശക്തമായി എതിർത്തിരുന്ന ഒരാളാണ്. കാലാകാലങ്ങളിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകൾ എന്താ? ഇവിടെ മുസ്ലിം സമുദായം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ക്ഷേത്രങ്ങൾ ഞാൻ പ്രസംഗിക്കും, ഞാൻ ഏതെങ്കിലും ചടങ്ങ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ചടങ്ങുണ്ടെങ്കിൽ ബാങ്ക് വിളിച്ചാൽ ഞാൻ നിർത്തി ബഹുമാനിക്കും. ചർച്ചിൽ കുർബാന നടത്ത അത് എന്തോ പരിപാടി ഞാൻ ബഹുമാനിക്കും. ക്ഷേത്രത്തിൽ ദീപാരാധന ബഹുമാനിക്കും. കേരളത്തിലെ പല ക്ഷേത്രങ്ങളെ അധിക്ഷേപിച്ചല്ലോ, ക്ഷേത്രത്തിലെ ദീപാരാധന അധിക്ഷേപിച്ചല്ലോ, ക്ഷേത്രത്തിലെ ഹിന്ദു ആചാരങ്ങളെ അധിക്ഷേപിക്കുന്നല്ലോ. അത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ മുസ്ലിം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആക്ഷേപിച്ചില്ലേ? എപ്പോ? മുഖ്യമന്ത്രി ഉൾപ്പെടെ ആക്ഷേപിച്ചില്ലേ? എപ്പോ അധിക്ഷേപിച്ചു? നിങ്ങൾ എന്താ ഇതൊന്നും കാണുന്നില്ലേ? അല്ല, അത് പറയൂ. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഉൾപ്പെടെ. എപ്പോ? എവിടെ? എന്താണ് പറഞ്ഞത്? ഞാൻ പറയുന്ന അങ്ങ് കേൾക്കുക. കാട്ടാക്കട വെച്ച ക്ഷേത്രത്തിൽ പാട്ടിട്ട് ദൈവാരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നാട്ടില്? ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. അപ്പോൾ കേരളത്തിലെ മുസ്ലിം സഹോദരൻ, ഞാൻ ഒരു മുസ്ലിം മെജോറിറ്റിയുള്ള സ്ഥലത്ത് ജനിച്ചു വളർന്നവരാണ്, പാലോട് പെരിങ്ങമല. ഞാൻ എൻ്റെ മുസ്ലിം സഹോദരിമാർ ഇന്ന് എന്നെ കണ്ടാൽ സ്നേഹിക്കുന്നുണ്ട്. ഒരു മുസ്ലിം വിരുദ്ധതയില്ല, മറിച്ച് രാജ്യത്ത് BJP മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും വിരുദ്ധരാണെന്ന് വരുത്തി തീർത്തത് കൊണ്ടാണ് 19 സീറ്റ് കിട്ടിയത് പാർലമെന്റിൽ. എങ്ങനെ രണ്ടാം LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്? പൊളിറ്റിക്കലായി ഒരുപാട് ലക്ഷ്യമുണ്ടായിരുന്നു സാർ. ഞാനൊക്കെ ഒരു 55ഓളം കേസിൽ പറഞ്ഞ് 5 പ്രാവശ്യം ജയിലിൽ കിടന്ന ആളാ. ഞങ്ങൾക്ക് വേദനയുണ്ട്. ഇവിടെ എന്തു ചെയ്തു? BJP-യെ നേരിടാൻ കഴിയില്ല. ആർക്ക് കഴിയില്ല? കോൺഗ്രസിന് കഴിയില്ല എന്ന് CPM-ന്റെ പ്രചരണം. ആ CPM-ന്റെ പ്രചരണം ന്യൂനപക്ഷങ്ങൾ LDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു. അതാണ് ഇവിടെ ഉണ്ടായ പൊളിറ്റിക്കലായിട്ടുള്ള മാറ്റങ്ങൾ. ആർക്ക് വോട്ട് ചെയ്താലും നിങ്ങൾക്ക് എതിരാണ് ന്യൂനപക്ഷം എന്നുള്ളതുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്. നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്. എന്റെ ചോദ്യം ഇതല്ല. നിങ്ങൾ കോൺഗ്രസിനെ കുടുംബാധിപത്യ പാർട്ടി എന്ന് പറയുന്നുണ്ടല്ലോ. ഒറ്റ ചോദ്യം സന്തോഷ്. അല്ലല്ല, കോൺഗ്രസിന് നിങ്ങൾ കുടുംബാധിപത്യ പാർട്ടി എന്ന് പറയുന്നുണ്ടല്ലോ. ഒരൊറ്റ ചോദ്യം. കെ സുരേന്ദ്രനെ നിങ്ങൾ എത്ര പ്രവർത്തകർ വോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായത്? JP നഡ്ഡയെ നിങ്ങളുടെ ഏത് പ്രവർത്തകർ വോട്ട് ചെയ്ത് ദേശീയ അധ്യക്ഷനാക്കിയതാണ്? നിങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന സംഘടനാ പദവി ഏതാണ്? ഒന്ന് പറയാമോ? ഞാൻ നിങ്ങൾ അരിയത്രയെ നോക്കുമ്പോൾ പയറഞ്ഞായി മല്ലികാർജുൻ ഖാർഗെ അവരുടെ പ്രവർത്തക സമിതി വോട്ട് ചെയ്ത ഒരു വോട്ടിംഗ് സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദേശീയ അധ്യക്ഷനാണ് കോൺഗ്രസിൽ നിന്നുള്ളത്. അവരുടെ KPCC അധ്യക്ഷൻ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. നിങ്ങളുടെ ഏത് സംഘടനാ സംവിധാനത്തിലാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പോലും നടക്കുന്നത്? ഒരൊറ്റ ഉദാഹരണം ചോദിക്കട്ടെ. ഇപ്പോൾ പാർലമെന്ററി ബോർഡ് ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമെന്ന് നിങ്ങളുടെ സംഘടനാ ചട്ടം മാറ്റിയല്ലോ. ഈ പാർലമെന്ററി ബോർഡിൽ ഇരിക്കുന്ന അമിത്ഷായും നരേന്ദ്രമോദിയും ആരുടെ താല്പര്യപ്രകാരമാണ് നിങ്ങളുടെ പാർട്ടി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത്? ആരാണ് അദ്ദേഹത്തെ സ്വാധീനിക്കുന്നത്? ഞാൻ നിങ്ങളടുത്ത് ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ പ്രസിഡന്റ് വന്നത് എങ്ങനെയാ? ഇന്ത്യയിലെ കോൺഗ്രസിനെ എല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് സജീവമായി അല്ല, സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഏറാമൂളിയായി നിൽക്കുമെന്നുള്ളത് കൊണ്ട് മല്ലികാർജുന ഖാർഗെ പ്രസിഡന്റായി. എത്ര വർഷം കൊണ്ട് ആരായിരുന്നു പ്രസിഡന്റ്? ഏത് തെരഞ്ഞെടുപ്പാണ് നടന്നത്? ഇപ്പോ ഇദ്ദേഹത്തിന് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആ നേതൃത്വത്തെ എതിർത്ത ശശി തരൂരിന് കാലില്ലാത്തവരും വിരലില്ലാത്തവരും പഴിക്കുന്ന പോലെയാണ്. നിങ്ങളുടെ പാർട്ടിയിൽ എവിടെയാണ് തെരഞ്ഞെടുപ്പ്? നിങ്ങളുടെ ഏത് സംഘടനാ സംവിധാനത്തിലിരിക്കുന്ന ആളാണ് തെരഞ്ഞെടുക്കപ്പെട്ട ആളുള്ളത്? ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയെ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ കുബേരം മറ്റേതൊക്കെ പറഞ്ഞു. എന്തിനാ DK ശിവകുമാർ അവിടെ പോയത്? ഹിമാചൽ പ്രദേശിൽ KC വേണുപോലെ പോയ പോരായിരുന്നോ? രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്താൻ കഴിയുന്ന ആളാണ് എന്ന് കോൺഗ്രസിന് അറിഞ്ഞുകൊണ്ടല്ലേ അതല്ലേ പറഞ്ഞത്? തെറിക്കുത്തരം മുറിപ്പത്തൽ. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ധാർമ്മികത പാലിക്കാത്തതുകൊണ്ട് അതേ ഭാഷയിൽ മറുപടി പറയാൻ പോയതായിരിക്കും. അതിനെന്താ കുഴപ്പം? ഞാൻ ഒരു കാര്യം അജിംസ ഒരു മിനിറ്റ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കുക. വരാൻ പോകുന്ന രാഷ്ട്രീയം, കേരളത്തിന്റെ രാഷ്ട്രീയം, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷം വരുന്ന സമുദായം ന്യൂനപക്ഷങ്ങളായാലും ശരി, എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ ഉൾപ്പെടെ
വലിയൊരു വിഭാഗം BJPക്കും നരേന്ദ്രമോദിക്കും അനുകൂലമായി വരും. ഞാൻ ഈ അടുത്ത വർഷം 1.5 മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് ഒരു യോഗത്തിന് പോയി. 45ഓളം മുസ്ലിം സഹോദരിമാർ, കുട്ടികൾ, വിദ്യാഭ്യാസമുള്ള കുട്ടികൾ, ആൺകുട്ടികളും പങ്കെടുത്തു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇതിൽ ചേർന്നു? ലോകം ഞങ്ങൾ കാണുന്നു, ഇന്ത്യ ഞങ്ങൾ കാണുന്നു, ഇന്ത്യയുടെ വികസനത്തെ കാണുന്നു. ഇന്ത്യ ലോകത്ത് ഒന്നാം ശക്തിയായി വരുന്നത് നരേന്ദ്രമോദിജിയുടെ നേതൃത്വമുള്ള ഗവൺമെന്റാണ്. ഇത് വിദ്യാഭ്യാസമുള്ളവർ ഞങ്ങൾ കാണുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ഉമ്മമാർക്കും ഉമ്മമാർക്കും ഇത് കാണാൻ കഴിഞ്ഞില്ല. ഇത് ഞങ്ങൾ കാണുന്നു. അഴിമതിക്കെതിരെ രാജ്യത്തിന്റെ സുരക്ഷ രാജ്യത്തിൽ ഏത് മേഖലയിലാണ്? 45 പേർ അന്ന് പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ മുഖവിലയ്ക്ക് എടുക്കുന്നു. ശ്രീ സന്തോഷ്, അങ്ങനെ ആവട്ടെ. ശ്രീ ഞാൻ ഏതെങ്കിലും ഒരു വിവേചനം, ഞാൻ ചോദിട്ടെ, ഏതെങ്കിലും ഒരു വിവേചനം ഈ ഹിന്ദു മതമല്ലാത്തതുകൊണ്ട് കുടിവെള്ളം കൊടുക്കണ്ട, അല്ലെങ്കിൽ അബൂബക്കർ ആണെങ്കിൽ ഗ്യാസ് കൊടുക്കണ്ട, അല്ലെങ്കിൽ മറിയാമയാണെങ്കിൽ വീട് കൊടുക്കണ്ട. അതുകൊണ്ടാണല്ലോ ഇന്ത്യ എന്ന 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഏറ്റവും വലിയ പാർട്ടിയായ നിങ്ങൾ, ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളുള്ള നിങ്ങൾക്ക് ഒരാളെ പോലും ചൂണ്ടിക്കാട്ടിയതാ ഞങ്ങളുടെ ഒരു MP എന്ന് പറഞ്ഞാൽ ഇത്തരം സമുദായങ്ങളിൽ നിന്നില്ലാത്തത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞാൽ മതി. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇവിടെ നവനീത് ചൂണ്ടിക്കാട്ടിയ ഒരു അഭിപ്രായം BJPയെ എതിർക്കുമ്പോൾ നിങ്ങൾ മഹത്തായ ജനാധിപത്യ മൂല്യങ്ങളിൽ അടിയുറച്ചത് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയില്ല. കാരണം ഒരു തരത്തിലുള്ള മൊറാലിറ്റിയും ആ കാര്യത്തിൽ പാലിക്കാത്ത ഒരു പാർട്ടിയെ എതിർക്കുമ്പോൾ അവരുടെ ഭാഷയിൽ തന്നെ മറുപടി കൊടുക്കണമെന്നാണ്. അത് എത്രമാത്രം സ്വീകാര്യമാണ്? അതൊട്ടും സ്വീകാര്യമല്ല. ഒരു ജനാധിപത്യ സംസ്കാരവും ജനാധിപത്യ കേന്ദ്രീകരണവും വഴി ഇന്ത്യയിലെ ബഹുജനങ്ങളെ ആകെ ഹിന്ദുത്വമുയർത്തുന്ന ഭീഷണിക്കെതിരായി തിരിച്ചുവിടുക എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിൻ്റെ, രാഷ്ട്രീയ വ്യവഹാരം എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളുടെയും പ്രതിഫലമാണ്. അപ്പോൾ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ആ രീതിയിൽ ഇടപെടാൻ കഴിയുന്ന രീതിയിൽ BJP ഇതര മതനിരപേക്ഷ കക്ഷികളെ നയിക്കാൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ മാറുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണ്? ഈ DK ശിവകുമാർ പോയിട്ട് അവിടെ മറ്റൊരു കുതിര കച്ചവടം നടത്തി, അങ്ങനെയൊന്നും അധികകാലം സാധിക്കുന്ന കാര്യമല്ല. കുതിര കച്ചവടം നടത്താൻ ഏറ്റവും കൂടുതൽ പണമുള്ളത് BJPക്കാണ്. നവനീതിരെപ്പോലുള്ള സുഹൃത്തുക്കൾ അത് മനസ്സിലാക്കണം. ഒരു ലിബറൽ നിലപാടിൽ നിന്നുകൊണ്ട് നമ്മുടെ അസംതൃപ്തിയും നമ്മുടെ രോക്ഷവും ഒക്കെ എന്താണ്, അങ്ങനെയല്ലെങ്കിൽ ഇങ്ങനെയാവട്ടെ എന്നുള്ള രീതിയിലൊന്നും ലളിതവൽക്കരിച്ച് ലഘൂകരിച്ച് ഇത്തരം വിഷയങ്ങളെ കാണാൻ കഴിയില്ല. ഇന്ത്യയിലെ ബഹുജനങ്ങളെ നമുക്ക് അണിനിരത്താൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ബഹുജനങ്ങളെ അണിനിരത്താൻ കഴിയണമെങ്കിൽ ബഹുജന സ്വാധീനമുള്ള റീജിയണൽ പാർട്ടികളുടെ ശക്തമായ ഏകോപനം ഉണ്ടാവണം. ഇപ്പോൾ അജിംസെ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്, ഈ ഗ്ലോബലൈസേഷൻ ആരംഭിച്ചതിന് ശേഷം രാഷ്ട്രീയ കക്ഷികൾക്കിടയിലുള്ള നിലപാടുകളുടെ സൈദ്ധാന്തികവും രാഷ്ട്രീയവുമായ വ്യത്യാസങ്ങൾ ഇല്ലാതാവുകയാണ് ചെയ്തത്. നമ്മൾ വാഷിങ്ടൺ സമവായം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഗ്ലോബലൈസേഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ ബൂർഷാ ഭരണവർഗ പാർട്ടികളിലെല്ലാം ഒരു ഏകോപനമുണ്ട്. കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്, BJPയുടെ നിലപാടെന്താണ്, ഇതിലെ വ്യത്യാസം എന്താണ് എന്ന കാര്യത്തെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾക്ക് പോലും ഇന്ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വിശദീകരിക്കാൻ കഴിയുന്ന മണിശങ്കരയെപ്പോലുള്ള ആളുകളെ അടുപ്പിക്കുന്നില്ല കോൺഗ്രസ്. അപ്പോൾ പല കാരണങ്ങളാണ് അതിൻ്റെ പ്രശ്നം. ഈ കമൽനാഥിനെ പോലുള്ള ആളുകൾക്കാണ്, അവർക്കാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ ഈ പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ ഹെജിമണി ഉണ്ടായിരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ആ കമൽനാഥ് വളരെ തുറന്ന രീതിയിൽ BJPയിലേക്ക് ചേരാൻ പോയില്ലേ? അങ്ങനെ ചേരാൻ പോയി ഇന്നത്തെ സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി കമൽനാഥിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ സംസാരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ ഹിന്ദുത്വം വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവർക്ക് ഹിന്ദുത്വത്തെ ഭയമാണ്. ഹിന്ദു അല്ല ഹിന്ദുത്വം എന്ന് RSS പറയുന്നത് ഇന്ത്യ എന്നാൽ ഹിന്ദു ആണെന്നും ഹിന്ദു എന്നാൽ ഹിന്ദുത്വമാണെന്നാണ്. ആ ഫോർമുലയാണ് നമ്മൾ പൊളിക്കേണ്ടത്. അത് പൊളിക്കാൻ കഴിയുന്ന രീതിയിൽ ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികളെല്ലാം അണിനിരത്തണമെങ്കിൽ സംഘപരിവാറിൻ്റെ ആക്രമണമുഖങ്ങളിലേക്ക് പോകണം. അവരുടെ ഈ ഓപ്പറേഷൻ ലോട്ടസിന് പണം കൊടുത്ത ആളുകളെ കൊണ്ടുപോകുന്ന സമയത്ത് ഓടിപ്പോയിട്ടൊന്നും കാര്യമില്ല. ജഹാംഗീർപുരിയിൽ നിങ്ങൾ പോയോ എന്ന് ചോദിക്കും, കൊറോഗോണിൽ നിങ്ങൾ പോയോ എന്ന് ചോദിക്കും. ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ഇതാ ഈ അടുത്ത ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബുൾഡോസർ രാജ്യം നിലനിൽക്കുന്ന രാജ്യമാണ്. തങ്ങൾക്ക് അനഭിമതരായ ന്യൂനപക്ഷങ്ങളുടെ ഗല്ലികൾ, അവരുടെ ആരാധനാലയങ്ങൾ, അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ ഇതെല്ലാം ഇടിച്ചു നിരത്തുന്ന ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ആ റിപ്പോർട്ട് ഉദ്ധരിക്കുന്നത്. അത്തരം സമരമുഖങ്ങളിലേക്ക് ഓടിപ്പോകാൻ കഴിവുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാവുമോ? ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യത്തെ അടിയന്തരാവസ്ഥയിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ്? ജയപ്രകാശ് നാരായണനെ പോലെയുള്ള വലിയ സർവാംഗീകാരമുള്ളൊരു നേതാവ് അതിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വേറെ പ്രശ്നം. പക്ഷേ എന്താണ്, ഈ BJPയുടെ കോൺഗ്രസ് പാർട്ടി സ്വേച്ഛാധിപത്യം നടപ്പാക്കിയപ്പോൾ അതിനെതിരായിട്ട് രാജ്യവ്യാപകമായി പ്രവർത്തന സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത നാളുകളിൽ സംസാരിക്കാനും ധൈര്യമായി അതിനെ ചോദ്യം ചെയ്യാനും അതിൻ്റെ പേരിൽ ജയിലിൽ പോകാനും ഒക്കെ സന്നദ്ധമായ ഒരു രാഷ്ട്രീയ മുന്നണി ഇന്ത്യയിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കാണേണ്ട പ്രശ്നം
BJPയെ നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് മാത്രം എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ല. അസംബ്ലിയിലും പാർലമെന്റിലും മാത്രം നിങ്ങൾക്ക് എതിർത്ത് തോൽപ്പിക്കാൻ BJPയോടുള്ള പോരാട്ടം തെരഞ്ഞെടുപ്പിൽ മാത്രം ഉണ്ടാവേണ്ടതല്ല, പകരം ജനങ്ങളെ അണിനിരത്തി ആ രാഷ്ട്രീയത്തിനെതിരെ ഉള്ള ഒരു പടയണി തീർക്കുക എന്നുള്ളതാണെന്നാണ് ടി കുഞ്ഞിക്കണ്ണൻ പറയുന്നത്. ശ്രീ നവനീത് മുകുന്ദൻ, അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ടതിന് പ്രാദേശിക കക്ഷികളുടെ പിന്തുണ ആവശ്യമാണ്. അവരെ ഒരുമിപ്പിച്ച് നിർത്തുന്ന നേതൃപരമായ പദവി ശക്തമായി വഹിക്കാൻ കോൺഗ്രസിന് കഴിയേണ്ടതാണ്. കോൺഗ്രസിന് സാധിക്കാത്ത ഇടങ്ങളിൽ അവരെ കൂടി ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അത് വേണ്ട വിധം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മർമ്മപ്രധാനമായ ക്വസ്റ്റ്യൻ. അജിംസെ, രണ്ട് കാര്യം ഞാനിവിടെ പറയുന്നു. ഒന്ന്, ഞാൻ കോൺഗ്രസ് തിരിച്ചു കുതിര കച്ചവടം നടത്തണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് കോൺഗ്രസിന്റെ സംഘടന ശക്തിപ്പെടുത്തണം, സംഘടനയിൽ ശക്തരായ നേതാക്കളെ കൊണ്ടുവരണം. അല്ലാതെ BJP ചെയ്യുന്ന അതേപോലെ EDയോ കുതിര കച്ചവടം ചെയ്യുന്നല്ല. നമ്മൾ വലിയ സൈത്താന്തിയോ ഒന്നും ആലോചിക്കേണ്ട. കോൺഗ്രസിന്റെ ആന്ധ്രയിലെയും തെലങ്കാനയിലെയും നോക്കിയാൽ മതി. രണ്ടാഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചക്ക് മുമ്പ് വരെയുള്ള ആന്ധ്ര പോലെയല്ല ഇപ്പോ ഒരു ആന്ധ്ര. എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ തിരിച്ചു വരുന്നു പാർട്ടിയിലോട്ട്. പെട്ടെന്നൊരു ഉണർവുണ്ടായി, പാർട്ടി ശക്തമാവുന്നു എന്നൊരു ഉണർവുണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ നേതാക്കന്മാരും പൈസ കൊണ്ടാണ് പോകുന്നതെന്നൊന്നും പറഞ്ഞ് നമ്മൾ ഒരു ക്ലീഷേ ഡയലോഗ് പറയേണ്ട കാര്യം. എല്ലാവരും പൈസയ്ക്ക് വേണ്ടി മാത്രമൊന്നുമല്ല. ശക്തമായ ഒരു സംവിധാനം വേണം. അങ്ങനെ ആവണമെന്നാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ കോൺഗ്രസ് അതേപോലെ BJP ചെയ്യുന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതല്ല. തിരിച്ചടിക്കേണ്ട കാര്യമില്ല. സംഘടന ശക്തമായ ആ സംഘടന എങ്ങനെ ശക്തമാക്കണം എന്നുള്ളത് കോൺഗ്രസ് 135 വർഷം എങ്ങനെയാണോ വർക്ക് ചെയ്ത് അതിൽ നിന്ന് മാറണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നേരത്തെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതുപോലെ BJP കാണിക്കുന്ന എല്ലാ തെറ്റും കാണിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ഇപ്പൊ തെലുങ്കാന ആയാലും കർണാടക ആയാലും ഇപ്പൊ ആന്ധ്രയിൽ എത്രയോ നേതാക്കന്മാർ തിരിച്ചു വരുന്നുണ്ട്. ഈ YSRന്റെ മകൾ PCC പ്രസിഡന്റ് ആയതിനു ശേഷം. കാരണം അവിടെ ഒരു ഹോപ്പ് ഉണ്ടാവും, ശക്തമാണെന്ന് തോന്നും. ഈ ഒരു തോന്നലൊക്കെ വലിയ കാര്യമാണ് രാഷ്ട്രീയത്തിൽ. എപ്പോഴും പൈസ മാത്രമല്ല ഒരു ഘടകം. അങ്ങനെ പൈസ മാത്രമാണ് ഘടകമെങ്കിൽ ഇന്ത്യയിലെ എല്ലാ MLA-മാരെയും വിലയ്ക്ക് വാങ്ങിയുള്ള പൈസ ഇവിടുത്തെ കോർപ്പറേറ്റ്സിനില്ലേ എന്ന് വേണമെങ്കിലും വാങ്ങിച്ചൂടെ. പൈസ മാത്രമല്ല ഘടകം. ഇത് മനസ്സിലാക്കാന്നുള്ളത്. രണ്ടാമത്തത്, അജിംസെ, നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഇന്ത്യൻ രാഷ്ട്രീയവും ഇന്ത്യൻ ജനാധിപത്യവും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നോക്കൂ. BJPയുടെ വക്താവ് പറഞ്ഞത് കുടുംബാധിപത്യം കൊണ്ടുവന്നത് നെഹ്റു ആണെന്നും നെഹ്റു അതിനുശേഷം ഇന്ദിരാഗാന്ധിക്ക് അധികാരം കൊടുത്തെന്നും എന്ന് TV-യിൽ വന്നിരുന്ന് പറയാനുള്ള ധൈര്യവും ഇത് കേൾക്കുന്ന പ്രേക്ഷകരിൽ ഒരു വലിയ ശതമാനം അത് വിശ്വസിക്കാവുന്ന ഒരു അവസ്ഥയാണ് നമ്മള്. എന്തൊരു കഷ്ടമാണ്. കുടുംബാധിപത്യം നെഹ്റുവിന്റെ സംഭാവനയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പ്രതിരോധിക്കാൻ പോലും കോൺഗ്രസിന് പറ്റുന്നില്ല. സംഘടനാപരമായോ ആശയപരമായോ ഒന്നും പ്രതിരോധിക്കാൻ കോൺഗ്രസിന് പറ്റുന്നില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന് കോൺഗ്രസ് ശക്തമായേ പറ്റൂ. കോൺഗ്രസിന്റെ സംഘടനാ വീഴ്ചകൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ശക്തമായിട്ടുണ്ട്. വളരെ ശക്തമായിട്ട് സംഘടനാ വീഴ്ചകളുണ്ട്. ഒരു വശത്ത് തിരിച്ചടികൾ കാണുമ്പോൾ തന്നെ മറുഭാഗത്ത് പ്രതീക്ഷാ നിർഭരമായ മൂവ്മെന്റ്സും ഉണ്ടാവുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയുമെന്നുള്ളതാണ്. കോൺഗ്രസ് തന്നെയാണ് അത് ചെയ്യേണ്ടത്, മറ്റാരുമല്ല. കോൺഗ്രസ് തന്നെയാണ് അത് മുൻകൈ എടുക്കേണ്ടത് എന്നുള്ളതാണ് നവനീത് ചൂണ്ടിക്കാട്ടുന്നത്. വളരെ നന്ദി ശ്രീ നവനീത് മുകുന്ദൻ, ശ്രീ കുഞ്ഞിക്കണ്ണൻ, ശ്രീ പാലോട് സന്തോഷ്, ശ്രീ മാത്യു ആന്റണി ഇത്രയും സംസാരിച്ചത്.